വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തം പിണറായി വിജയൻ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി പരുത്തിക്കുരു അടക്കമുള്ള കുറേ സതീശനാദികൾ മെഴുകുന്നുണ്ടായിരുന്നു. അവരെന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ വന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചൊരു പദ്ധതി പിണറായി വിജയൻ കാരണം തന്നെ അത് ജനങ്ങൾക്കൊരു വിനയായി എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഒരു സുഹൃത്ത് കമൻറ്റ് പങ്കുവെക്കുകയുണ്ടായി. കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതായത് പിണറായി വിജയൻ ഈ തുരങ്കപാത നിർമ്മാണ സമയത്ത് ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് കേട്ടോ. അതായത് പിണറായി വിജയൻ്റെ കഴിവുകൊണ്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കാരണവുമാണ് ഈ ഒരു തുരങ്കപാത എന്ന് പറയുന്നൊരു നിർമ്മാണം അത് ആരംഭിച്ചതും അത് പൂർത്തിയായതെന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ്. ആ കമൻറ്റിന് താഴെ ഒരാൾ ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ്, അല്ലെ ഒരു പോസ്റ്റിന് താഴെ ഒരാൾ ഇട്ടിരിക്കുന്നൊരു കമൻറ്റാണ്, ഇതെടാ മണ്ട, ഇത് പിണറായി വിജയൻ്റെ കഴിവല്ല, UDF ഗവൺമെൻറ്റിൻ്റെ കഴിവാണ്. 2016 അവരാണിത് പ്രാവർത്തികമാക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നതെന്ന്. ഇങ്ങനെ പറഞ്ഞ ആളുകൾ, ഇങ്ങനെ പറഞ്ഞ അണികൾ, ഇങ്ങനെ പറഞ്ഞ അടിമകൾ ഇന്ന് പറയുകയാണ് ഒരു പ്രശ്നം വന്നപ്പോൾ അതെല്ലാം പിണറായി വിജയൻ്റെ മാത്രം തലയിലേക്ക് ആക്കി കൊടുത്തു. ഇത് വിഴിഞ്ഞത്ത് കല്ലിട്ടത് UDF ആണെന്നും ഉമ്മൻചാണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നത് പോലെ തന്നെയാണ് തുരങ്കപാത നിർമ്മാണത്തിന് ആദ്യം അനുമതി തേടിയതും UDF സർക്കാർ തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. സ്മൃതി പരുത്തിക്കാടിനെ വലിച്ചു കീറിക്കൊണ്ട് തന്നെ CPMന്റെ ഒരു നേതാവ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്നാൽ സ്മൃതിക്ക് വലിയ തെറ്റുണ്ട്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. 2023 ഈ പദ്ധതിയുടെ തുടക്കം, 2016 LDF ഗവൺമെന്റ്, ആദ്യ ഗവൺമെന്റ് ഈ പദ്ധതി ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന് പറഞ്ഞ പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുന്നത്. 2017-18 കാലയളവിലാണ് ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായ പരിശോധനകൾ നടക്കുന്നത്. 2019 ഈ പദ്ധതിക്ക് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമായിട്ടുള്ള ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് വെക്കുന്നത്. 2020 ആദ്യം 2016 തോമസ് ഐസക് ഒരു 20 കോടി രൂപ വെച്ചിരുന്നു. 2020 തോമസ് ഐസക് 653 കോടി രൂപ ആദ്യമായി ഈ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുന്നത്. 653 കോടി 2020. അതിനുശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തയ്യാറാക്കിയ DPR എടുത്ത് പരിശോധിക്കുമ്പോൾ DPR എന്താണ്, നേരത്തെ ഒരു സിംഗിൾ ടണലാണ് പ്രപ്പോസ് ചെയ്ത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറഞ്ഞു 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു തുരങ്കം നിർമ്മിക്കുമ്പോൾ അതിന് നിർബന്ധമായി സെക്യൂരിറ്റി ടണൽ ആവശ്യമായി വരും. സെക്യൂരിറ്റി ടണൽ എന്നതിനേക്കാൾ നല്ലത് ടിൻ ട്യൂബ് ടണൽ ആകാം എന്ന നിർദ്ദേശം വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ തന്നെ ഈ ടിൻ ട്യൂബ് ടണലിന് ആവശ്യമായ പ്രപ്പോസൽ വിശദമായ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. ആ കാലത്ത് സർക്കാർ ഗവൺമെന്റ് മാറുന്നു. 2016-21 ഒന്നാം LDF ഗവൺമെന്റ് മാറി, രണ്ടാം LDF ഗവൺമെന്റ് വരുന്നു. 2022 KN ബാലഗോപാലാണ് പുതുക്കിയ DPR പ്രകാരമുള്ള 2103. സ്മൃതിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. സ്മൃതി ഈ പറയുന്നതെല്ലാം വെറും ഉടായ്പകളും വെറും കള്ളത്തരങ്ങളുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് CPIMന്റെ ഒരു നേതാവ് അവിടെ സംസാരിക്കുന്നത്. അതായത് ആ സംസാരത്തിൽ തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഈ ഒരു തുരങ്കപാത എന്ന് പറയുന്ന ഒരു നിർമ്മാണ പദ്ധതി പിണറായി വിജയന്റെ കർക്കശ സ്വഭാവം കൊണ്ടോ പിണറായി വിജയന്റെ പിടിവാശി കൊണ്ടോ മാത്രം അവർ ആരംഭിച്ചതല്ല. ഇത് UDF ഗവൺമെൻറ് ഭരണത്തിലിരിക്കുന്ന സമയം, അതായത് 2016 തന്നെ ഇതിൻ്റെ ഒരു പ്രപ്പോസൽ പോയതാണ്. അവരെയും കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്തതാണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്ത കാര്യം എന്നാണ് അവർ നേതാവ് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും കാര്യം. ഇവരുടെ കഴിവുകേട് കൊണ്ടും ഇവരുടെ ആണത്തമില്ലായ്മ കൊണ്ടും ഇവരുടെ ഉശിരില്ലായ്മ കൊണ്ടുമൊക്കെ ഇവർ കല്ലിട്ടിട്ട് പോയിട്ടുള്ള പല സാധനങ്ങളും ആണത്തവും അല്ലെങ്കിൽ ധൈര്യവുമൊക്കെ ഉള്ള ആളുകൾ വന്നപ്പോൾ അത് പൂർത്തിയായി. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കൊങ്ങികൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വരുന്നില്ല? നല്ല സുഗമമായിട്ട് പദ്ധതികൾ പോയിരുന്നെങ്കിൽ ഇതും ഉമ്മൻചാണ്ടിയുടെ വിജയമാണെന്നും വലതുപക്ഷത്തിൻ്റെ വിജയമാണെന്നും പറഞ്ഞുകൊണ്ട് സൈബർ ഇടങ്ങളിൽ കിടന്ന് മെഴുകി നശിപ്പിച്ചേനെ. എന്നാൽ ഇതൊരു ദുരന്തമായ സമയത്ത് അതെല്ലാം പിണറായി വിജയൻ്റെ തലയിലേക്ക് വരണം. പിണറായി വിജയൻ കാരണമാണ് ഈ ദുരന്തം ഉണ്ടായെന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ട് വലതുപക്ഷ മാധ്യമങ്ങളിലിരിക്കുന്ന അടിമകളെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ക്യാമ്പയിൻ PR വർക്ക് ചെയ്യിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് സ്മൃതീശനടക്കമുള്ള ആളുകളെ മുൻപന്തിയിൽ നിർത്തുക. അതായിരുന്നു UDFന്റെ അജണ്ടയെങ്കിൽ ആ അജണ്ടകളെയൊക്കെ വലിച്ചു കീറിക്കൊണ്ട് തന്നെയാണ് ആ ഒരു നേതാവ് സംസാരിക്കുന്നത്. എന്താണ് കാര്യങ്ങളെന്നും ഏതാണ് കാര്യങ്ങളെന്നും കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. അവിടെ സ്മൃതിക്ക് വാക്കുകളില്ല, സംസാരിക്കാൻ തിരിച്ചു പറയാൻ മറുപടികളില്ല. കാരണം എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് മുന്നിരുന്ന് സംസാരിക്കുന്നത്. സ്മൃതിക്ക് മനസ്സിലായി
സ്മൃതിക്ക് മെഴുകാൻ പറ്റുന്ന കളങ്ങൾ ഏതൊക്കെയാണ്? ഒന്നും അറിയാത്ത കുറച്ച് പാർട്ടിയിലുള്ള ചെറിയ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് വന്നിരുത്തുമ്പോൾ സ്മൃതിക്ക് മെഴുകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊരു പ്രിൻ്റ് എടുത്ത് സതീശൻ നിയമസഭയിൽ കൊണ്ടുവരുന്നത് പോലെ ഈ ചാനൽ ചർച്ചകളിലേക്ക് സ്മൃതിക്ക് കൊണ്ടുവരാനായിട്ട് കിട്ടും. ആ കൊണ്ടുവരാനായിട്ട് കിട്ടിയിരിക്കുന്ന സാധനത്തിൽ അതിലില്ലാത്തൊരു സാധനമാണ് ഇന്ന് ഈ ഒരു നേതാവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ തകർന്നു പോകുന്നത്. അതായത് ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. അത്തരത്തിൽ സിലബസിൽ ഇല്ലാത്തൊരു കാര്യം ആ ഒരു നേതാവ് പറയുമ്പോൾ അവിടെ സ്മൃതിക്ക് ഒന്നും പറയാനില്ല. വെറും നിശബ്ദയായിട്ട് ഒരു പാവം പെൺകുട്ടി എന്ന പോലെ അവിടെ ഇരുന്നെല്ലാം കേൾക്കേണ്ടി വരികയാണ്. എന്തൊരവസ്ഥയാണല്ലോ ഇവന്മാരുടെ. എന്തെങ്കിലും അബദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം പിണറായി വിജയൻ്റെ തലയ്ക്കലാണ്. എന്തെങ്കിലും നല്ലതാണെങ്കിലോ അതെല്ലാം ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്. ഈ ഒരു ഇരട്ടത്താപ്പും ഈ ഒരു ഡബിൾ ഫാദർ സിൻഡ്രോവും ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന സ്മൃതിയെപ്പോലുള്ള ഈ ചവറുതാങ്ങികളെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും തോന്നുന്നില്ല. ബാക്കി ഒന്ന് കേട്ട് പോകാം. 34 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയുടെ അനുമതി നൽകുന്നത് 2022 പ്രസ്തുത പദ്ധതിക്ക് അനുമതി നൽകിയപ്പോഴാണ് ഒരു വർഷം നീണ്ടുന്ന SIA സ്റ്റഡി നടക്കുന്നത്. സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടക്കുന്നത് 2022 ജൂണിൽ ആരംഭിച്ച് 2023 ജൂലൈ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന SIA സ്റ്റഡി നടക്കുന്നത്. SIA സ്റ്റഡിയുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് കോഴിക്കോടും വയനാടും ഇതിന്റെ പബ്ലിക് ഹിയറിംഗ് നടക്കുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാൻ 2023 സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള മറ്റു പരിശോധനകൾ, ഈ പറഞ്ഞ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച് സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് വേണ്ടി സമർപ്പിക്കുന്നത്. സ്റ്റേറ്റ് എൻവയോൺമെന്റൽ ക്ലിയറൻസിന് സമർപ്പിച്ച് അതിന്റെ പരിശോധനകളും തുടർ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്ന ഘട്ടത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒരു ദുരന്തം ഉണ്ടാകുന്നു, വലിയ ദുരന്തം. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെന്റ് കമ്മിറ്റി കൂടുതൽ പരിശോധനകൾ കൂടി നടത്തി സ്റ്റേറ്റിന്റെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് നൽകുന്ന ഏത് വർഷം 2025 മാർച്ച് മാസത്തിൽ സ്റ്റേറ്റ് എൻവയോൺമെന്റ് ക്ലിയറൻസ് നൽകുന്നു. സ്റ്റേറ്റ് എൻവയോൺമെന്റ് ക്ലിയറൻസ് ലഭ്യമായതിനു ശേഷമാണ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസ് കിട്ടുന്നത് 2025 ജൂൺ മാസത്തിലാണ്. കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം ഈ മെഴുകാനായിട്ട് വരുന്ന സതീശന് വേണ്ടി മെഴുകാൻ വരുന്ന സതീശനാദികൾക്ക് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ് അവിടെ നടന്നതെന്നും ഏതൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും ഒക്കെ ഉള്ളത്. ഇന്ന് അവിടുത്തെ ജനങ്ങൾ ദുരിതത്തിലാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് വിട്ടുമാറാതെ അവരെ പിന്തുടരുന്ന ഒരു വലിയൊരു ദുരന്തം. ആ ദുരന്തം പേറിയ കഥകളുമായിട്ടാണ് അവിടെയുള്ള ഓരോ ആളുകളും ജീവിക്കുന്നത്. ഭീതിയിലാണ് ജീവിക്കുന്നത്. നാളെ ഞങ്ങളുടെ മുൻപിൽ നാളെ ഞങ്ങൾ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അവരിലെല്ലാവരിലും കാണാൻ സാധിക്കും. എല്ലാവരിലും നിഴലിച്ച് കാണുന്നുമുണ്ടത്. എന്താവും ഞങ്ങളുടെ അവസ്ഥ, എന്താവും ഞങ്ങളുടെ നിലനിൽപ്പ്, എന്താവും ഞങ്ങളുടെ വീട് കാണുമോ, ഞങ്ങളുടെ ഉറ്റവർ കാണുമോ, ഒരു രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുമോ, നാളത്തെ സൂര്യോദയം കാണാൻ സാധിക്കുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഓക്കെയാണ്, പക്ഷേ സ്വന്തം ജീവനിൽ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വലിയൊരു അവസ്ഥ വേറെ വരാനില്ല അല്ലേ? അങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് നേരത്തെ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും പ്രശ്നമില്ല, ഇത്രയും ആളുകൾ മരണപ്പെടില്ല. നിങ്ങൾ യെല്ലോ അലേർട്ടും തന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന അല്ലാതെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ആളുകളുണ്ട്, കുട്ടികളെ വിളിച്ചു കൊണ്ടുവരാൻ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ പോകുന്ന സമയത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് റെഡ് അലേർട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ 5 കൂടുതൽ മരണം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര പേര് മരിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനല്ല ഏറ്റെടുക്കേണ്ടി വരിക, വലതുപക്ഷ സർക്കാരിനാണ്. കാരണം അവരാണല്ലോ ഇന്നത്തെ ഭരണപക്ഷം. അവർ കാരണമാണല്ലോ ഈ ഒരു പരിപാടി അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമായിട്ട് പണിതുകൊണ്ട് തുരങ്കമിടിഞ്ഞു വീണുണ്ടായ ഒരു അപകടമല്ല എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. എന്നാലും ന്യായീകരണ തൊഴിലാളികളും PR വർക്കേഴ്സും എല്ലാം ഇത് തുരങ്കമാണ് ഇടിഞ്ഞു വീണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും, അപ്പകഷ്ണം ഇട്ട് കൊടുത്താലും, സതീശനാദികൾ ഇട്ട് കൊടുക്കുന്ന തീട്ടമെടുത്ത് തിന്നിട്ട് ഞങ്ങൾക്കതാണ് ഇഷ്ടം, അപ്പോൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അപ്പോഴത്തെ വിഷമാണെന്ന് പറയുന്ന അങ്ങനത്തെ കുറച്ച് അടിമകളാണ് ഇവന്മാർ. അങ്ങനെയുള്ളവന്മാരെ നമ്മൾ പറഞ്ഞു തിരുത്താനും പറ്റില്ല, അവന്മാരെ ന്യായീകരിച്ച് നമുക്കൊന്നും വിജയിക്കാനും പറ്റില്ലെന്നേ. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വലതുപക്ഷ സർക്കാരിനാണ്. അത് ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയതുകൊണ്ടോ ചെളി വാരി എറിഞ്ഞതുകൊണ്ടോ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.